നമസ്കാരം. ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. VC നിയമനം UGC-കാരുടെ മാർഗരേഖയ്ക്കെതിരെ പ്രമേയം പാസാക്കി കേരള നിയമസഭ. ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ 2 ഗഡു കൂടി അനുവദിച്ച് കേരള സർക്കാർ. ഇന്ത്യയിൽ വൻ നിക്ഷേപം ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യയിൽ കൂടുതൽ ട്രംപ് ടവറുകൾ നിർമ്മിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ ഏറ്റുമുട്ടൽ. 1 കോടി വിലയിട്ട നേതാവടക്കം 14 മാവോവാദികളെ വധിച്ച് സുരക്ഷാ സേന. കുറ്റവാളിക്ക് വധശിക്ഷ നൽകണം. ആർജിക്കർ വിധിക്കെതിരെ ബംഗാൾ സർക്കാർ ഹൈക്കോടതിയിൽ. വാർത്തകൾ വിശദമായി. VC നിയമനത്തിൽ മാറ്റം നിർദ്ദേശിക്കുന്ന UGC-കാരുടെ മാർഗരേഖയ്ക്കെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി കേരള നിയമസഭ. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ പ്രതിപക്ഷവും പിന്തുണച്ചു. സർവകലാശാലകളിൽ സ്വകാര്യവൽക്കരണത്തിന്, വർഗീയ ആശയങ്ങളുടെ പ്രചാരണത്തിനും വേണ്ടിയാണ് മാർഗരേഖയെന്നാണ് പ്രമേയത്തിലെ വിമർശനം. സർവകലാശാലകളിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥയെ പോലും കാറ്റിൽ പറത്തിയാണ് മാർഗരേഖയെന്നും കുറ്റപ്പെടുത്തുന്നു. സ്വകാര്യ മേഖലയിലെ വ്യക്തികളെയും VC-മാരാക്കാൻ സഹായിക്കുന്നതാണ് പുതിയ നിർദ്ദേശമെന്നും പ്രമേയം വിമർശിക്കുന്നു. പ്രമേയം പാസാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു. അതിനിടെ കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകൽ പ്രതിപക്ഷം സഭയിൽ അവതരിപ്പിച്ചു. അനൂപ് ജേക്കബ് MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വസ്ത്രാക്ഷേപം ചെയ്യുന്നതാണോ സ്ത്രീ സുരക്ഷയെന്ന് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ ഉദ്ധരിച്ച് MLA സഭയിൽ ചോദിച്ചു. നഗരമധ്യത്ത് CPM-ന്റെ വനിതാ കൗൺസിലറെ CPM നേതാക്കൾ തന്നെ വസ്ത്രാക്ഷേപം ചെയ്ത് മർദ്ദിച്ച് ഒരു വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകുന്നത് എന്ത് സ്ത്രീ സുരക്ഷയാണെന്ന് അനൂപ് ചോദിച്ചു. പോലീസ് നോക്കി നിൽക്കെയാണ് സംഭവം. കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞ് കൊലവിളി ഉയർത്തുന്നതാണോ സ്ത്രീ സുരക്ഷിതത്വമെന്നും അദ്ദേഹം ആരാഞ്ഞു. CPM ഏരിയ സെക്രട്ടറി രതീഷിന്റെ നേതൃത്വത്തിൽ കലാരാജുവിനെ തടയുകയും മർദ്ദിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ജനാധിപത്യത്തിനേറ്റ കളങ്കമാണത്. ഒരു അവിശ്വാസ പ്രമേയത്തെ ആശയപരമായി നേരിടാനുള്ള കെൽപ്പ് LDF-നില്ലേ എന്നും അനൂപ് ചോദിച്ചു. കേരളത്തിൽ ഗുണ്ടാധിപത്യമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ജനുവരി 6, 2025 യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ പുറത്തിറക്കിയ കരട് മാർഗരേഖയിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും ആശങ്കകൾ വലിയ തോതിൽ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നത്. 1977 ജനുവരി 3 പ്രാബല്യത്തിൽ വന്ന 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും സമാവർത്തി ലിസ്റ്റിലെ ഇനം 25ആയി മാറ്റപ്പെട്ടു. വിവിധ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് അതത് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ സംസ്ഥാന ലിസ്റ്റിലെ ഇനം 32 പ്രകാരം സർവകലാശാലകളുടെ സ്ഥാപനം, മേൽനോട്ടം എന്നിവ സംബന്ധിച്ചുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. യൂണിയൻ ലിസ്റ്റിലെ ഇനം 66 പ്രകാരം ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിനും നിലവാരം നിശ്ചയിക്കുന്നതിനും മാത്രമാണ് കേന്ദ്ര സർക്കാരിന് അധികാരമുള്ളത്. ഇതിൻ്റെ പിൻബലത്തിലാണ് UGC നിയമത്തിൻ കീഴിൽ UGC റെഗുലേഷനുകൾ പുറപ്പെടുവിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആഗസ്റ്റ് 31, 1949 നടന്ന സംവാദത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ നടത്തിയ പ്രസംഗത്തിൽ യൂണിയൻ ലിസ്റ്റിലെ ഇനം 66ന്റെ പരിമിതിയും വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകൾ നടത്തുന്ന ബിരുദ പരീക്ഷകൾക്കുള്ള പാസ് മാർക്കോ മാനദണ്ഡങ്ങളോ പലതരത്തിലായാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതുപോലുള്ള ഏകീകൃതമല്ലാത്ത വ്യവസ്ഥകൾ ഒഴിവാക്കാനും സംസ്ഥാനങ്ങളിൽ ഗൗരവമായ മാനദണ്ഡങ്ങളും ഏകീകൃത രീതികൾ ഉറപ്പുവരുത്താനും മാത്രമാണ് യൂണിയൻ ലിസ്റ്റിൽ ഇങ്ങനെയൊന്ന് ഉൾപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണഘടനയുടെ അന്തഃസത്ത ഉൾക്കൊള്ളാതെയുള്ളതും വൈസ് ചാൻസലർ നിയമനത്തിലടക്കം സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുന്നതുമായ 2025 കരട് UGC മാനദണ്ഡങ്ങൾ ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യത്തിനും നിരക്കാത്ത ഒന്നാണെന്നാണ് ഈ സഭയുടെ വ്യക്തമായ അഭിപ്രായം. സർവകലാശാലകളുടെയും മറ്റുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നടത്തിപ്പിനായി ഏതാണ്ട് 80% തുക ചെലവിടുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. സർവകലാശാലകളുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും സംസ്ഥാന സർക്കാരുകൾക്ക് മുഖ്യമായ പങ്കുണ്ട്. ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് യാതൊരു ചർച്ചകളും കൂടാതെ വൈസ് ചാൻസലർ നിയമനം പോലുള്ള സുപ്രധാന നിയമനങ്ങളിലും അധ്യാപകരുടെ യോഗ്യത, സേവന വ്യവസ്ഥ എന്നിവയെക്കുറിച്ചും
ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരുകളെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും UGCയുടെയും സമീപനം ജനാധിപത്യ വിരുദ്ധവും തിരുത്തപ്പെടേണ്ടതുമാണെന്ന് ഈ സഭയ്ക്ക് അഭിപ്രായമുണ്ട്. സർവകലാശാലകളിൽ അക്കാദമിക് വിദഗ്ധരെ വേണമെങ്കിൽ മാറ്റി നിർത്തി സ്വകാര്യ മേഖലയിൽ നിന്ന് പോലും വ്യക്തികളെ വൈസ് ചാൻസലർമാരാക്കാമെന്ന സമീപനം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവൽക്കരിക്കുന്നതിനുള്ള നീക്കമാണ്. ഇത് തീർത്തും പ്രതിഷേധാർഹമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കാനും പ്രസ്തുത മേഖലയിൽ മതവർഗീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ പിടിയിലൊതുക്കാനുമുള്ള നീക്കങ്ങളുടെ ഭാഗമായി മാത്രമേ 2025 കരട് UGC മാനദണ്ഡങ്ങളെ കാണുവാൻ കഴിയും. സംസ്ഥാന സർക്കാരുകളുടെയും അക്കാദമിക് വിദഗ്ധന്മാരുടെയും അഭിപ്രായങ്ങളും ആശങ്കകളും പരിഗണിച്ച് 2025 കരട് UGC മാനദണ്ഡങ്ങൾ ഉടൻ പിൻവലിച്ച് ബന്ധപ്പെട്ടവരുമായെല്ലാം വിശദമായ ചർച്ചകൾ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ ഗൗരവമായി കണക്കിലെടുത്തുകൊണ്ട് മാത്രം പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ഐകകണ്ഠ്യേന ആവശ്യപ്പെടുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി സുപ്രീം കോടതി. തെളിവില്ലാതെ എന്തിനാണ് കേസെടുക്കുന്നതെന്നും സുപ്രീം കോടതി സർക്കാരിനോട് ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചിട്ടും 5 വർഷം സർക്കാർ ഒന്നും ചെയ്തില്ലല്ലോ എന്നും വിമർശനം. പ്രാഥമിക അന്വേഷണം നടത്താതെയാണോ കേസെടുത്തതെന്ന ചോദ്യവും സുപ്രീം കോടതി ഉന്നയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകാൻ ആരെയും നിർബന്ധിക്കരുതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമെന്ന് സുപ്രീം കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. മൊഴി നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന നടിയുടെ ഹർജിയിലാണ് സർക്കാരിനെതിരായ വിമർശനം. മൊഴി നൽകാൻ SIT ആരെയും നിർബന്ധിക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിച്ചു. താങ്കൾക്കെതിരെ ഹൈക്കോടതിയുടെ എന്തുത്തരവാണുള്ളതെന്നും താങ്കളെ എന്തിന് കേൾക്കണമെന്നുമായിരുന്നു സജി മോനോട് സുപ്രീം കോടതിയുടെ ചോദ്യം. SIT FIR രജിസ്റ്റർ ചെയ്യുന്നത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. FIR രജിസ്റ്റർ ചെയ്യുന്നതിനെ എങ്ങനെ തടയാനാകും? കുറ്റകൃത്യം സംബന്ധിച്ച വിവരം ലഭിച്ചാൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഹൈക്കോടതി ഉത്തരവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിലാണ് സജിമോൻ പാറയിലിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചത്. സജിമോൻ മുന്നിൽ നിർത്തുന്നത് വലിയ വ്യക്തികളാകാമെന്ന് WCC സുപ്രീം കോടതിയെ അറിയിച്ചു. സജിമോനും മേക്കപ്പ് ആർട്ടിസ്റ്റിനും അപ്പീൽ നൽകാനുള്ള അവകാശമില്ലെന്നായിരുന്നു വനിതാ കമ്മീഷന്റെ വാദം. നിരവധി പേർ ഇനിയും പരാതി നൽകാൻ തയ്യാറാണെന്നും സിനിമയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലെന്നും വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു കൂടി അനുവദിച്ച സർക്കാർ. പെൻഷൻ വിതരണത്തിനായി 1604 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്ക് 3200 രൂപ വീതം ലഭിക്കും. വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്ന് മന്ത്രി അറിയിച്ചു. 26.62 ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിച്ചും പെൻഷൻ നൽകും. ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഗഡുക്കളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ അനുവദിച്ചത്. പണഞ്ഞെരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. ആദ്യ ഗഡു ഓണത്തിന് നൽകിയിരുന്നു. 2ാം ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുകയെന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാക്കുന്നത്. പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ പ്രതിമാസം പെൻഷൻ നൽകുന്നു. ഈ സർക്കാർ വന്ന ശേഷം 35,400 കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. ഇതിനാവശ്യമായ പണത്തിന്റെ 98% സംസ്ഥാനം കണ്ടെത്തുന്നു. 2% താഴെ മാത്രമാണ് കേന്ദ്ര വിഹിതം. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 6.8 ലക്ഷം പേർക്കാണ് ശരാശരി 300 രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് 1600 രൂപയും. ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു. 2023 നവംബർ മുതൽ 419 കോടി രൂപ കേന്ദ്ര വിഹിതം സംസ്ഥാനം മുൻകൂറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കേന്ദ്ര സർക്കാർ തിരികെ നൽകാതെ കുടിശ്ശികയാക്കിയിട്ടുണ്ടെന്നും ബാലഗോപാൽ അറിയിച്ചു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട് കാണാതായവരുടെ ലിസ്റ്റ് അംഗീകരിച്ചു.
തിരിച്ചറിയാത്ത 32 പേരുടെ ലിസ്റ്റാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത്. ദുരന്തത്തിൽ ഉൾപ്പെട്ട 231 പേരുടെ മൃതദേഹങ്ങളും 223 മൃതദേഹ ഭാഗങ്ങളുമടക്കം മൊത്തം 454 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ആദ്യ ദിവസം തിരിച്ചറിഞ്ഞ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത 19 മൃതദേഹങ്ങളും DNA സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിയാത്ത 3 മൃതദേഹ ഭാഗങ്ങളും ഒഴികെ ബാക്കി 432 മൃതദേഹ ഭാഗങ്ങളിൽ നിന്നും DNA സാമ്പിളുകളും ശേഖരിച്ചിരുന്നു. കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലാണ് ആദ്യഘട്ടത്തിൽ DNA സാമ്പിളുകളുടെ പരിശോധന നടത്തിയത്. 223 മൃതദേഹ ഭാഗങ്ങൾ അവിടെ നടത്തിയ പരിശോധനയിൽ തിരിച്ചറിഞ്ഞു. ഇതിലൂടെ 77 പേരെയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലാബിൽ തിരിച്ചറിയാൻ കഴിയാതിരുന്ന 209 മൃതദേഹ ഭാഗങ്ങൾ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. അവിടെ നടത്തിയ പരിശോധനയിൽ ദുരന്തത്തിൽ കാണാതായ 22 പേരെ കൂടി തിരിച്ചറിഞ്ഞു. 99 പേരെ DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. ദുരന്തത്തിൽ മരണപ്പെട്ട 167 പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. മൊത്തം 266 പേരെ തിരിച്ചറിഞ്ഞു. ദുരന്തത്തിൽ ഉൾപ്പെട്ട് കാണാതായ ബാക്കിയുള്ള 32 പേരുടെ ലിസ്റ്റാണ് DDMA ഇപ്പോൾ അംഗീകരിച്ചത്. ദുരന്തത്തിൽ 298 പേർ മരിച്ചതായാണ് കണക്കാക്കുന്നത്. സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വെള്ളരിമല വില്ലേജ് ഓഫീസർ, മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി, മേപ്പാടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത്. ലിസ്റ്റ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ ദുരന്ത നിവാരണം പ്രിൻസിപ്പൽ സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ അടങ്ങിയ സംസ്ഥാനതല സമിതി പരിശോധിക്കും. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ദുരന്തത്തിൽ മരണപ്പെട്ടവരായി കണക്കാക്കി സർക്കാർ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവരുടെ ബന്ധുക്കൾക്ക് നൽകും. ഇവരുടെ മരണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങളും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ മരണം രജിസ്റ്റർ ചെയ്ത് മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിന് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനി വഴിയാണ് ഇന്ത്യയിൽ വൻ നിക്ഷേപം നടത്തുകയെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ ട്രംപ് ടവറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കും. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതിനായുള്ള ചർച്ചകൾക്കായി ട്രംപിന്റെ മക്കൾ ഇന്ത്യയിലേക്ക് എത്തും. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ കുറച്ച് വ്യവസായികളെ മാത്രമാണ് ക്ഷണിച്ചിരുന്നത്. ഇന്ത്യയിൽ നിന്ന് മുകേഷ് അംബാനിയും നിത അംബാനിയും ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയിരുന്നു. ഇതോടൊപ്പം ട്രംപ് ടവറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഉടമയായ കൽപേഷ് മേത്തയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കൽപേഷ് മേത്തയുമായി ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബത്തിന് അടുത്ത ബന്ധമുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ കൂടെയാണ് കൽപേഷ് മേത്ത പഠിച്ചിരുന്നത്. തുടർന്നാണ് കൂടുതൽ ട്രംപ് ടവറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറുണ്ടാക്കിയത്. ട്രംപ് അധികാരമേറ്റതോടെ കൂടുതൽ നിക്ഷേപം ഇന്ത്യയിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൽപേഷ് മേത്ത ഡൊണാൾഡ് ട്രംപിന്റെ മക്കളായ ഡൊണാൾഡ് ട്രംപ് ജൂനിയറും എറിക് ട്രംപും ഇന്ത്യയിലേക്ക് എത്തുകയും പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തുകയും ചെയ്യും. ഗുരുഗ്രാമിലും മുംബൈയിലും പൂനെയിലും നിലവിൽ ട്രംപ് ടവറുകളുണ്ട്. കൊൽക്കത്തയിലും ട്രംപ് ടവർ നിർമ്മിക്കുന്നുണ്ട്. അതിനു പുറമെ 6 ട്രംപ് ടവറുകൾ കൂടി നോയിഡ, ഹൈദരാബാദ്, ബാംഗ്ലൂരു തുടങ്ങിയ വിവിധയിടങ്ങളിലായിരിക്കും നിർമ്മിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപിനും ഇടയിലുള്ള ബന്ധം എന്തായിരിക്കുമെന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ മോദിയുമായി ട്രംപ് സംസാരിച്ചിട്ടില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്നതിന്റെ സൂചന കൂടിയാണ് വൻ നിക്ഷേപം ലക്ഷ്യമിടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിനിടെ ഇന്ത്യൻ വംശജനായ ബയോടെക് സംരംഭകനും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവുമായ വിവേക് രാമസ്വാമി പുതിയ ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ ഭാഗമാകില്ല എന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ചുമതല ഇലോൺ മസ്കിനെ മാത്രമായിരിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചത്. വിവേക് രാമസ്വാമി സംസ്ഥാന ഗവർണർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനാലാണ് പിന്മാറ്റമെന്നാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ടെസ്ല സിഇഒ ഇലോൺ മസ്കിനൊപ്പം ഡോജ് എന്നറിയപ്പെടുന്ന ഉപദേശക സമിതിയുടെ തലവന്മാരിലൊരാളായി വിവേക് രാമസ്വാമിയെയും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിവേക് സ്വാമി ഡോജിന്റെ ഭാഗമാകില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചത്.
ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ ഗരിയാബാദിലുണ്ടായ ഏറ്റുമുട്ടലിൽ 14 മാവോവാദികളെ സുരക്ഷാസേന വധിച്ചു. സെൻട്രൽ കമ്മിറ്റിയിലെ മുതിർന്ന അംഗവും മാവോവാദി നേതാവുമായ ചലപതി അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ചലപതിയുടെ തലയ്ക്ക് 1 കോടി രൂപ സുരക്ഷാസേന വിലയിട്ടിരുന്നു. ഒഡീഷയിലെയും ഛത്തീസ്ഗഡിലെയും സുരക്ഷാ സേനകൾ സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് DGP YB ഗുറാനിയ പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ തിങ്കളാഴ്ചയാണ് സേന ഓപ്പറേഷൻ ആരംഭിച്ചത്. ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ്, ഛത്തീസ്ഗഡിലെ കോബ്രെ കമാൻഡോകൾ, ഒഡീഷ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, CRPF എന്നീ സേനകൾ സംയുക്തമായി നടത്തിയ ദൗത്യത്തിലാണ് മാവോവാദികൾ കൊല്ലപ്പെട്ടത്. ജനുവരി 16-ന് ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലെ തെക്കൻ ഭാഗത്തുള്ള വനത്തിൽ സംയുക്ത സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 12 മാവോവാദികൾ കൊല്ലപ്പെട്ടിരുന്നു. ജനുവരി 6-ന് ഛത്തീസ്ഗഡിലെ നാരായൺപൂർ, ദന്തേവാഡ, അബുജ്മത് എന്നിവിടങ്ങളിൽ നടന്ന ഓപ്പറേഷനുകളിൽ 2 സ്ത്രീകളടക്കം 5 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 219 മാവോയിസ്റ്റുകളാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ജനുവരി 6-ന് ബിജാപൂരിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴി ബോംബ് പൊട്ടിത്തെറിച്ച് 9 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം ബിജാപൂരിൽ മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ ശക്തമാവുകയും ചെയ്തിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് ഈ മാസം ഇതുവരെ 26 മാവോയിസ്റ്റുകൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ തന്നെ ചോദ്യം ചെയ്യുമെന്ന വാർത്തയോട് പ്രതികരിച്ച് KPCC പ്രസിഡന്റ് K സുധാകരൻ. ചോദ്യം ചെയ്യലിന് തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് K സുധാകരൻ അറിയിച്ചു. അന്വേഷണവുമായി സഹകരിക്കും. മൊഴിയെടുക്കുവാൻ വിളിപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും K സുധാകരൻ ആരോപിച്ചു. വയനാട് DCC ട്രഷറർ വിജയന്റെ വീട് നാളെ സന്ദർശിക്കുമെന്നും K സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. KPCC അധ്യക്ഷ പദവിയിൽ കടിച്ചു തൂങ്ങാനില്ല. അധ്യക്ഷ പദവി തനിക്ക് അലങ്കാരമല്ല. AICCക്ക് ആരെയും KPCC അധ്യക്ഷനാക്കാമെന്നും K സുധാകരൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ആഗ്രഹമില്ല. തന്റെ സ്ഥാനം ജനങ്ങളുടെ മനസ്സിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചു മാറണമെന്നില്ല. ദീപദാസ് മുൻഷി ഒറ്റയ്ക്ക് നേതാക്കന്മാരെ കാണുന്നത് നേതാക്കൾക്കിടയിൽ ഐക്യം ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിൽ ദീപദാസ് മുൻഷിക്ക് വിയോജിപ്പുണ്ട്. പാർട്ടിയിൽ നേതൃമാറ്റ ചർച്ചയില്ലെന്നും യുക്തിസഹമായ തീരുമാനം AICCക്ക് എടുക്കാമെന്നും സുധാകരൻ പറഞ്ഞു. വിജയൻ സുധാകരനെ കത്തെഴുതിയെന്നത് കണക്കിലെടുത്താണ് സുധാകരനെ ചോദ്യം ചെയ്യുന്നത്. എന്നാണിന്ന് ചോദ്യം ചെയ്യുമെന്നതിനെ കുറിച്ച് വൈകാതെ തീരുമാനമെടുക്കും. ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥിന്റെ വസതിയിൽ ഇന്നലെ അന്വേഷണ സംഘം തെരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് അന്വേഷണത്തെ സഹായിക്കുന്ന ചില രേഖകൾ കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചു. അതേസമയം ഔദ്യോഗികമായി അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടില്ല. ഇതും ഉടനെ ഉണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമാണ് പ്രേരണ കുറ്റം ചുമത്തിയ 3 കോൺഗ്രസ് നേതാക്കളായ MLA IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മറ്റൊരു കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥ് എന്നിവർക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. വിജയന്റെ മരണത്തിൽ ആദ്യം കുടുംബത്തെ കൈവിട്ട നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെങ്കിലും പിന്നീട് വിവാദം കൈവിട്ടതോടെ നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. ബന്ധപ്പെടുന്നത് ആദ്യം അവരുടെ ഒരു കത്ത് എനിക്ക് വന്ന് കിട്ടിയപ്പോഴാണ്. ആ കത്ത് അതിന്റെ ജില്ലയിലെ നേതാക്കന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനതിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിൽ നിന്ന് ചെയ്യാവേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ഞാൻ അതിന്റെ അകത്ത് അവർക്ക് അനുകൂലമായി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുടുംബത്തോട് സഹതാപമുണ്ട്. നാളെ കുടുംബത്തെ സന്ദർശിക്കണം. ഞാൻ നാളെ കാണാൻ പോകുന്നുണ്ട്. ഇന്ന് പോകാൻ തീരുമാനിച്ചായിരുന്നു. ഇപ്പോഴത്തേക്ക് വൈകുന്നേരം ഒരു 2-3 പ്രോഗ്രാം ഉള്ളത് അവരുടെ ഒന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് അത് മാറ്റി നാളത്തേക്കാക്കി. ഈ നോട്ടീസ് ഒന്നും തന്നിട്ടില്ല. എനിക്കിതുവരെ നോട്ടീസ് ഒന്നും തന്നിട്ടില്ല. ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൽ ഏത് രീതിയിലാണ് കാണുന്നത്? നിങ്ങളെങ്ങനെയാണ് പറയുന്നത്? അതിൽ താങ്കൾക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ അന്വേഷണ സംഘവും കരുതുന്നത്. അത് അവരോട് തന്നെ ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ എനിക്കത് അറിയാമായിരുന്നു അല്ലെ അറിയാമായിരുന്നില്ല എന്ന് പറയുന്നതിനകത്ത് പല യുക്തിയുണ്ടോ? നിങ്ങൾ പോലീസുകാരോട് പോയി ചോദിക്കുക, അദ്ദേഹത്തിന് അറിവുണ്ടോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് നടന്നത്, അദ്ദേഹം ഇതിനകത്ത് പൈസ അടിച്ചിട്ട് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ അവിടെ ചോദിച്ചോ. അത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. സഹകരിക്കലല്ല, അതിനോട് എന്താ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കും. നിയമപരമായി ഇങ്ങനെ അത് തന്നെ പ്രതികരിക്കണമെന്ന്
എനിക്ക് നന്നായി ബോധ്യമുണ്ട്. ഞാൻ ഒരുപാട് കേസ് നടത്തി വളർന്നു വന്നയാളാണ്. പിണറായി വിജയന് ബുദ്ധിയുള്ള കാലം മുതൽ എന്നെ കേസിലെ പ്രതിയാക്കുന്നുണ്ട്. ആ ഒരുപാട് ക്രിമിനൽ കേസിലായാലും എല്ലാ കേസിലും ഞാൻ പ്രതിയാക്കേണ്ടതുണ്ട്. എന്നെ കേസൊന്നും ആരും പഠിപ്പിക്കണ്ട. ഞാൻ ലോയറുമാണ്, ഞാൻ പഠിച്ചവനുമാണ്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ലോ എഡ്യൂക്കേഷൻ എനിക്കുണ്ട്, അതൊക്കെ എനിക്കറിയാം. ഞാൻ കേസ് ഒരുപാട് നടത്തി ശീലമുള്ളവനാണ്. അതുകൊണ്ട് അതിലൊന്നും എന്നെ പേടിപ്പിക്കാനും പറപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. നിങ്ങളും നോക്കരുത്, അതിന് മെനക്കെടണ്ട കേട്ടോ. എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലേ കേസ് പോവോ? എന്ത് കേസ് പോകുന്നു? കേസ് എങ്ങനെ പോവോ? കെ സുധാകരൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോവോ? അല്ല, ചോദിച്ചാൽ എന്നൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ പോലീസുകാർ എന്നെ വന്ന് കണ്ട് എന്നോട് സംസാരിക്കണം. അതിനകത്ത് നിന്നിട്ട് പിന്നെ ഭാഗികമായി എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഏത് പോലീസ് സ്റ്റേഷനിലും ഞാൻ പോകും. ആദ്യം ഇങ്ങോട്ട് വരണം. അതെ, എന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഇതിന്റെ അകത്ത് എനിക്ക് ഇങ്ങനെ ഒരു പങ്കുണ്ട്, റോളുണ്ട് എന്ന് പോലീസുകാർ എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഐ വിൽ ഒബേ പോലീസ് ഡയറക്ഷൻ. മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? ഇല്ലെന്നൊരു സംശയമുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ട്. എങ്ങനെ? അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിന്റെ വല്ല ചുവടുവയ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. മറ്റു മനസ്സാ വാച കർമ്മണ ഞാനുമായി ബന്ധമില്ലാത്തൊരു വിഷയത്തിൽ എന്നെ അതിനകത്ത് കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പൊളിറ്റിക്സ് ആണ്. അറിയാലോ, കത്തെനിക്കാണ്. കത്ത് വായിച്ചു. അന്ന് തന്നെ അതിന്റെ ജില്ലാ ഭാരവാഹികളെ നേതാക്കന്മാരെ വിളിച്ചിരുത്തി കത്ത് വായിച്ച് കേൾപ്പിച്ചു. അവരോട് നാളെ തന്നെ യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം യോഗം ചേർന്നു. അത് കുറച്ചു കാലങ്ങളൊക്കെ എല്ലാ പ്രവർത്തനവും കൊണ്ടുപോയത് ആ കത്തിന്റെ അടിസ്ഥാനത്തിലും എന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. അത് അന്ന് വന്ന ദിവസം വായിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്ത്? ഇല്ല. അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാശുകാരികളെ കുറിച്ച് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ട്, നേതാക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ നേതാക്കളെ വിളിച്ചതും യോഗം ചേരാനും ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടതും ഒക്കെ അതിനടിസ്ഥാനത്തിലാണ്. അതങ്ങനെ തെറ്റുണ്ട് എന്ന് പറയണ്ടെങ്കിൽ അവരെ സമ്മതിക്കണം. അല്ലാതെ എങ്ങനെയാ ഞാൻ സമ്മതിക്കൽ? ഞാൻ അതിനകത്ത് തെറ്റുണ്ടെന്ന് എങ്ങനെ പറയൽ വിത്തൌട്ട് എനി ഹാവിംഗ് എനി എവിഡൻസ്? ഈ വയനാട് നേതൃത്വത്തിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം എന്തായാലും അതിനകത്ത് വീഴ്ചയുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിപ്പം കോൺഗ്രസിന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ഒരുപാട് പാളിച്ചകളും പോരായ്മകളും ഉണ്ട്. സഹകരണ രംഗത്തെ പ്രവർത്തനത്തിന്, ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അതൊരു വലിയ ഭീഷണിയായി വളർന്നു വരികയാണ്. വരും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ താങ്കൾ, എന്നിട്ടും അവരത് ഗവനിച്ചില്ല എന്നുള്ളതാണോ? അല്ല, അതെല്ലാം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞതിന് ശേഷമല്ലേ ഞാൻ അവരെന്തൊക്കെ കാണാൻ വരുന്നതും ഞാനിത് പറയുന്നതും. കമ്മീഷൻ വെച്ചിട്ടുണ്ട്. കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങളെ വർക്ക് ചെയ്യും. ഈ അവരുടെ ബാധ്യതയൊക്കെ ഏറ്റെടുക്കുമെന്ന് പാർട്ടി പറഞ്ഞല്ലോ, അത് അക്കാര്യത്തിൽ അത് ന്യായമായ ബാധ്യതകൾ എന്താണെന്നുള്ളത് പഠിച്ചാൽ അത് എന്ത് വേണമെന്ന് ഞങ്ങൾ ആലോചിക്കും. സ്റ്റാർഷിപ്പ് സൂപ്പർ ഹെവി മെഗാ റോക്കറ്റിന്റെ 7ാം പരീക്ഷണ പരാജയത്തിന് ശേഷമുള്ള ആദ്യ വിക്ഷേപണം വിജയിപ്പിച്ച് സ്പേസ് എക്സ്. ഫ്ലോറിഡയിലെ വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന ഫാൽക്കൺ 9 ലോഞ്ച് വെഹിക്കിൾ 21 സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകൾ വിജയകരമായി വിക്ഷേപിച്ചു. ടെക്സസിൽ ജനുവരി 16 നടന്ന സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ 7ാം പരീക്ഷണം സ്പേസ് എക്സിനെ വിജയിപ്പിക്കാനായില്ല. സ്റ്റാർഷിപ്പിന്റെ പടുകൂറ്റൻ ബൂസ്റ്റർ ഭാഗം വായുവിൽ വെച്ച് മെക്കാസില്ല യന്ത്രക്കൈ വീണ്ടും ഒരിക്കൽ കൂടി വിജയകരമായി പിടികൂടിയെങ്കിലും റോക്കറ്റിന്റെ ഏറ്റവും മുകൾ ഭാഗം അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതിനുശേഷം കരുതലോടെയാണ് അടുത്ത വിക്ഷേപണത്തിന് സ്പേസ് എക്സ് തയ്യാറെടുത്തത്. ജനുവരി 19 ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാൻ സ്പേസ് എക്സ് ശ്രമിച്ചെങ്കിലും പരീക്ഷണം അവസാന നിമിഷം മാറ്റിവെക്കേണ്ടി വന്നു. ഇതിനുശേഷമാണ് 21 സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകളെ ഫാൽക്കൺ 9-ൽ സ്പേസ് എക്സിനെ വിക്ഷേപിക്കാനായത്. സ്റ്റാർഷിപ്പിന്റെ പരാജയത്തിന് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്പേസ് എക്സിന്റെ ആദ്യ പരീക്ഷണം. ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഈസ്റ്റേൺ സമയം ഇന്ന് പുലർച്ചെ 12:24 21 സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകൾ സ്പേസ് എക്സ് വിക്ഷേപിച്ചത്. ലിഫ്റ്റ് ഓഫിന് 8 മിനിറ്റുകൾക്ക് ശേഷം ഫാൽക്കൺ 9ന്റെ ആദ്യ ഭാഗം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ താൽക്കാലിക തറയിൽ വിജയകരമായി ലാൻഡ് ചെയ്തു. ഈ പ്രത്യേക ബൂസ്റ്ററിന്റെ മാത്രം 8ാം വിക്ഷേപണവും ലാൻഡിംഗുമാണിത്. ഇതിൽ 4 ദൗത്യങ്ങളും സ്റ്റാർലിങ്ക് ബഹിരാകാശ മിഷനുകളായിരുന്നു. റോക്കറ്റിന്റെ മുകൾ ഭാഗം ലിഫ്റ്റ് ഓഫിന് 62 മിനിറ്റിന് ശേഷം വിജയകരമായി 21 സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ ലോ എർത്ത് ഓർബിറ്റിൽ വിന്യസിച്ചു. 2025 സ്പേസ് എക്സിന്റെ 10ാം വിക്ഷേപണമാണ് ഇന്ന് നടന്നത്.
ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടുത്തയാഴ്ച മുതൽ ഡൽഹിയിൽ. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന സന്ദീപ് ദീക്ഷിതിനു വേണ്ടി രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തും. ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ മത്സരിക്കുന്ന അൽക്ക ലാംബയ്ക്ക് വേണ്ടി പ്രിയങ്ക റോഡ് ഷോ നടത്തും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾ തിരക്കിട്ട ഓട്ടത്തിലാണ്. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് BJPയും കോൺഗ്രസും ലക്ഷ്യമിടുന്നത്. BJPക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പ്രചരണത്തിനെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വാഗ്ദാനങ്ങൾ ആം ആദ്മി പാർട്ടിയുടേത് കോപ്പിയടിച്ചതാണെന്ന് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പറഞ്ഞു. AAPയുടെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കും, എന്നാൽ BJPയുടെ വാഗ്ദാനങ്ങൾ പൊള്ളയാണെന്നും സിസോദിയ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ ആം ആദ്മി സർക്കാർ ചെയ്ത കാര്യങ്ങളിൽ തൃപ്തിയുണ്ടെങ്കിൽ മാത്രം വോട്ട് ചെയ്താൽ മതിയെന്നാണ് സിസോദിയുടെ നിലപാട്. ഓരോ പദ്ധതി AAP സർക്കാർ നടപ്പിലാക്കിയപ്പോഴും തടയാൻ ശ്രമിച്ചവരാണ് BJPക്കാർ. പരാജയപ്പെട്ടപ്പോൾ അവർ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കി. അതിനുള്ള മറുപടി ഫെബ്രുവരി 5-ന് ഡൽഹിക്കാർ നൽകുമെന്നും സിസോദിയ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ രംഗത്തുവന്ന ആം ആദ്മി പാർട്ടി ഇപ്പോൾ അരാജകത്വവും വിഭാഗീയത, ഭീകരവാദം, ഊഹാപോഹം എന്നിവയുടെ പാർട്ടിയാണെന്ന് BJP നേതാവ് അനുരാഗ് താക്കൂർ MP ആരോപിച്ചിരുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാർഗനിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തുവന്നു. AI നിർമ്മിത ഉള്ളടക്കങ്ങളുടെ ഉപയോഗത്തിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ കുറ്റവാളിക്ക് വധശിക്ഷ നൽകണമെന്ന ആവശ്യവുമായി ബംഗാൾ സർക്കാർ ഹൈക്കോടതിയിൽ. യുവ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയിക്ക് ജീവപര്യന്തമാണ് ഇന്നലെ കൊൽക്കത്ത സീൽഡ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. ആദ്യ ദിവസം മുതൽ തന്നെ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോഴും ആവശ്യപ്പെടുന്നു. പക്ഷേ കോടതി വിധി വന്നു കഴിഞ്ഞു. പാർട്ടിയുടെ നിലപാടാണ് താൻ പറയുന്നത്. 60 ദിവസം കൊണ്ട് 3 കേസുകളിൽ ഞങ്ങൾ പ്രതികൾക്ക് വധശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കേസ് ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നെങ്കിൽ ഞങ്ങൾ വധശിക്ഷ ഉറപ്പുവരുത്തുമായിരുന്നുവെന്ന് മമതാ ബാനർജി പറഞ്ഞു. ഈ കേസ് ഞങ്ങളിൽ നിന്ന് എടുത്തുമാറ്റുകയായിരുന്നു. നീതി നടപ്പാക്കണം എന്നാഗ്രഹമുള്ളത് കൊണ്ടാണ് കേസ് CBIക്ക് കൈമാറിയത്. വിധിയിൽ താൻ തൃപ്തയല്ലെന്നും മമതാ ബാനർജി വ്യക്തമാക്കി. 2024 ഓഗസ്റ്റ് 9 കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ട്രെയിനി ഡോക്ടറെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ബലാത്സംഗത്തിന് ശേഷമാണ് വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തിയതോടെ സംസ്ഥാനത്തും രാജ്യമൊട്ടാകെയും പ്രതിഷേധം ഇരമ്പി. സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വ്യാപകമായ പ്രതിഷേധമുയർന്നിരുന്നു. തുടർന്ന് സുപ്രീം കോടതി ഇടപെടലിലാണ് കേസ് CBI ഏറ്റെടുക്കുന്നത്. കേസ് പരിഗണിച്ച കൊൽക്കത്ത സീൽഡ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ജീവപര്യന്തം തടവ് വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി വിമർശനമുയർന്നിരുന്നു. 17 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി സർക്കാർ പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകണമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം വേണ്ടെന്ന് ഡോക്ടറുടെ കുടുംബം അറിയിച്ചു. റോയ് ഒറ്റയ്ക്കല്ല കുറ്റകൃത്യം നടത്തിയതെന്നാണ് ഡോക്ടറുടെ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിനാൽ വിധിയിൽ അവർ പൂർണ്ണ തൃപ്തരല്ലെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.